ഹലോ ഫ്രണ്ട്സ്, ഇതാണ് സ്റ്റാക്ക് ഓവർഫ്ലോ. പലർക്കും ഇതിനെക്കുറിച്ച് അറിയാം. ഡെവലപ്പേഴ്സിന് ഏറ്റവും ഉപകാരപ്പെടുന്നൊരു പേജാണിത്. അപ്പോൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതുപോലുള്ള പേജുകളൊക്കെ ഉപയോഗിച്ച് കോഡിംഗ് അറിയാത്ത ഒരാൾക്ക് എങ്ങനെ കോഡ് ചെയ്യാമെന്ന് ഒരു ലൈവ് എക്സാമ്പിളിലൂടെ തരാൻ ശ്രമിക്കുകയാണ്. ഓക്കെ. അതുപോലെ പലർക്കും കോഡ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിൽ എങ്ങനെ ഡീബഗ് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പം അതും ഈ ഒരു വീഡിയോയിലൂടെ കാണിച്ചു തരുന്നുണ്ട്. എങ്ങനെ ഡീബഗ് ചെയ്യാം, എങ്ങനെ ഇഷ്യൂസ് നമുക്ക് ഗൂഗിൾ ചെയ്ത് എങ്ങനെ നമുക്ക് സോർട്ട് ചെയ്യാമെന്ന് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. ഇനി എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ജിത്തു. ഒരു സീനിയർ ഫ്രണ്ട് എൻഡ് ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇത് ഫ്രണ്ട് എൻഡ് ട്യൂട്ടോറിയൽ വീഡിയോയുടെ 4ാമത്തെ പാർട്ടാണ്, ജെഎസ്. അപ്പോൾ ഇതിനു മുമ്പ് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോയും അതുപോലെ HTML CSനെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ട് ഇത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഉപകാരപ്പെടും. നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഇതൊരിക്കലും ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിരിക്കില്ല. എങ്ങനെ നിങ്ങൾക്ക് സെൽഫായിട്ട് പഠിച്ചെടുക്കാമെന്ന് മാത്രം കാണിച്ചു തരുന്ന വീഡിയോ ആണ്. ഈ വീഡിയോയിൽ AI ടൂൾസ് ആയിട്ടുള്ള ChatGPT, ജെമിനി പോലുള്ളവയൊന്നും ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ബിഗിനർ ലെവലിലുള്ളവർ AI ടൂൾസ് യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം നിങ്ങളുടെ കോഡിംഗ് സ്കിൽ ഒരിക്കലും ഇമ്പ്രൂവ് ആവില്ല. കാരണം ഒരു ഫംഗ്ഷൻ വേണമെന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ അത് എക്സാക്റ്റ് ആയിട്ട് ഒരു കോഡ് ചെയ്ത് നിനക്ക് തരും. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് പ്രത്യേകിച്ച് റോളൊന്നും ഇല്ല. അപ്പോൾ അതിലുള്ള കോഡ് എന്താണെന്നൊന്നും നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. നിങ്ങൾ പിന്നെ ഫുൾ അതിൽ ഡിപ്പെൻഡൻ്റ് ആവേണ്ടി വരും. അതേസമയം ഈ സ്റ്റാക്ക് ഓവർഫ്ലോ പോലുള്ളവയൊക്കെ ഉപയോഗിക്കുക, അതൊരു ഡിസ്കഷൻ ബേസ്ഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇഷ്യൂ ആയിട്ട് ചെല്ലുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കാൻ പറ്റും. അതിലെ mozilla.developer.org ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഗുണം അതാണ്. കാരണം നിങ്ങൾക്ക് അതിലെ ഇഷ്യൂ എന്താണോ അത് മനസ്സിലാക്കാനും പറ്റും. നിങ്ങൾക്ക് സ്വന്തമായിട്ട് കോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ കോഡിംഗ് സ്കിൽ ഇമ്പ്രൂവ് ആവുകയും ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ചെയ്തിരിക്കുന്ന ചെറിയൊരു ഡെമോയാണ്. ഇത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ചെറിയൊരു അരയ്ക്കകത്തുള്ള ഡേറ്റാസിനെ അതുപോലെ ഇവിടെ ഡിസ്പ്ലേ ചെയ്യിപ്പിച്ചേക്കാണ്. ഓക്കെ. അപ്പോൾ ഈ ഒരു ഐറ്റത്തിന് ഞാൻ കോഡ് പലയിടത്തു നിന്നായിട്ട് കോപ്പി ചെയ്ത് എങ്ങനെ ഇതുപോലൊരു സാധനം ഡെവലപ്പ് ചെയ്തെടുക്കുക, അതായത് സിൻടാക്സ് ഒന്നും അറിയാത്തവരൊക്കെ ഈ ഒരു സാധനം എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാമെന്നും അപ്പോൾ അതിൽ വരുന്ന ഇഷ്യൂസ് എങ്ങനെയാണെന്നും ഫിക്സ് ചെയ്യുന്നതെന്നും ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ. അതിനിപ്പോൾ 2 വെബ്സൈറ്റുകൾ പരിചയപ്പെടുത്തി തരാം. ഓക്കെ, developer.mozilla.org, പിന്നൊന്ന് w3school.js. ഓക്കെ, ഈ 2 വെബ് പേജുകളാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ ഇതിന് മുന്നുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഇത് ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് ഇങ്ങോട്ട് വന്നാൽ ജസ്റ്റ് നോക്കിയാൽ മതി. അതുകൊണ്ട് ഞാനധികം സമയം കളയുന്നില്ല. നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരാം. അപ്പം ഈ ഒരു ഇതിനെ ഞാൻ ഫ്രഷായിട്ട് ചെയ്ത് കാണിക്കാം, കോഡ് കോപ്പി ചെയ്തിട്ട്. ഓക്കെ, നമുക്കിനി ഇതുപോലെ ഒരെണ്ണം സെറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഒന്നേന്ന്. ഇപ്പം ഞാൻ അതിനായിട്ട് ഒരു index.html ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനകത്തൊരു ഫോണ്ടൊക്കെ ഒന്ന് വൃത്തിയായിട്ട് കാണാൻ വേണ്ടി ഒരു ഗൂഗിൾ ഫോണ്ട് CDN-ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. പ്രോപ്പർലി ഇങ്ങനെയല്ല കണക്ട് ചെയ്യേണ്ടത്. അതായത് റിയൽ പ്രോജക്റ്റ് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ വേറെ രീതിയിലാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, തൽക്കാലം ഇപ്പം നോക്കണ്ട, ജസ്റ്റ് ചുമ്മാ ഇട്ടെന്നേ ഉള്ളൂ. ഓക്കെ, സമയം കളയാം, നമ്മുടെ ആവശ്യം അതല്ലാത്തതുകൊണ്ട്. ഓക്കെ, പിന്നെ ബേസിക് ആയിട്ടുള്ള സ്റ്റൈല് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങോട്ട് വരാം. ഓക്കെ, ഈ ബോഡിയിൽ ബോട്ടത്തിലായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ സ്ക്രിപ്റ്റ് ടാഗ് ആഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, എനിക്ക് വേണമെങ്കിൽ ഹെഡിൽ ആഡ് ചെയ്യാം. പക്ഷേ നല്ല ഒരു പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ബോട്ടത്തിൽ തന്നെ ആയിരിക്കും. കാരണം നമുക്ക് സ്ക്രിപ്റ്റിൽ ഒരുപാട് കോഡ് വന്നു കഴിഞ്ഞാൽ ഈ മേളിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ ലൈൻ ബൈ ലൈനായിട്ട് റണ്ടർ ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ക്രിപ്റ്റ് എല്ലാം ലോഡായിട്ടേ ബാക്കിയുള്ള കണ്ടന്റുകൾ ലോഡാവും. അപ്പോൾ അത് വളരെ ബ്ലാങ്ക് ആയിട്ടിരിക്കുന്നൊരു ഫീൽ വരും കുറച്ച് നേരത്തേക്ക്. ആ സ്ക്രിപ്റ്റ് എല്ലാം ലോഡായതിനു ശേഷം മാത്രമേ താഴോട്ടുള്ളത് കണ്ടന്റ് പെയിൻറ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ആദ്യം നമുക്കൊരു എന്താ പറയുക, ഒരു API ഒരു റെസ്പോൺസ് കിട്ടുന്നു എന്നുള്ളൊരു കൺസിഡറേഷനിൽ തന്നെ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് API കിട്ടുന്ന ഒരു ഡേറ്റ ഇതുപോലൊരു ഡേറ്റയാണ് നമ്മൾ വിചാരിക്കുക. ഓക്കെ, ഇപ്പോൾ തൽക്കാലം ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ കുറേ ഒബ്ജക്ട്സ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തേക്കും. ഓക്കെ, അറേ ഓഫ് ഒബ്ജക്ട്സ്. ഓക്കെ, അതിനെ കോപ്പി ചെയ്യുക, ഇവിടെ വരിക. എന്നിട്ട് നമുക്ക് എന്ത് ഒരു അറേ ആദ്യം ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, വേരിയബിൾ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു അറേ ന്യൂ അറേ -1. ഓക്കെ, ഇനി നമുക്ക് ഈ അറേയിലോട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ആ API എന്ന് വരുന്ന ഡേറ്റയെ പുഷ് ചെയ്ത് കയറ്റാം. ഓക്കെ, പുഷ്. ഓക്കെ, ഇനി നമുക്ക് ഈ അറേയിലോട്ട് പുഷായോ ഇല്ലയോ എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? അതിനാണ് നമുക്ക് കൺസോൾ എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉള്ളത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, കൺസോൾ ലോഗ് ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം,
ആ അരയെ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. ഇത് ചുമ്മാ ഞാനൊരു ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഇട്ടതാണ്. ഓക്കെ, ആദ്യം ഇട്ടൊരു സ്ട്രിങ് വാല്യൂ, എന്നിട്ട് ലിസ്റ്റ് ഇട്ട്, എന്നിട്ട് നമ്മൾ സേവ് ചെയ്ത് ഇനി തിരിച്ചിവിടെ വന്ന് നമ്മുടെ പേജിൽ വന്നിട്ട് റീലോഡ് ചെയ്തു. ഓക്കെ, അപ്പം നമുക്ക് ഇത് ക്ലോസ് ചെയ്തിട്ട് കാണിക്കാം. ഓക്കെ, നമുക്ക് അത് കൺസോൾ എവിടെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇൻസ്പെക്ട് കൊടുക്കുക. അപ്പം ഇങ്ങനെ ഒരു ഡിബഗിങ് ടൂൾസ് വരും. അതിൽ രണ്ടാമത്തെ ടാബിലാണ് അത് കിടക്കുന്നത്, കൺസോൾ. ഓക്കെ, ഇവിടാണ് നമ്മുടെ എറർ ലിസ്റ്റ് ചെയ്യുന്നതും അതുപോലെ നമ്മൾ കൺസോളിലോട്ട് ലോഗ് ഇടുന്നതൊക്കെ ഇവിടാണ് കാണുന്നത്. ഓക്കെ, പക്ഷെ ഇവിടെ നമുക്കൊരു എറർ അടിച്ചിട്ടുണ്ട്. ഓക്കെ, അൺകോഡ് റേഞ്ചർ ഇൻവാലിഡ് അരേ ലെങ്ത് എന്ന് പറഞ്ഞിട്ടാണ് കിടക്കുന്നത്. ഏത് ലൈൻ നമ്പറില്ല? 42-ലാണ് കിടക്കുന്നത്. ഓക്കെ, index.html എന്ന് പറഞ്ഞ ഫയലിൽ 42 ലൈൻ നമ്പറില്ല. നമുക്കപ്പോൾ അവിടെ പോയി നോക്കാം. ഓക്കെ, 42 ഇവിടാണ് ആ ഇഷ്യൂ കിടക്കുന്നത്. ഓക്കെ, ലിസ്റ്റ് ഈസ് ഈക്വൽ ടു ന്യൂ അരേ ഓഫ് -1 എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലായില്ല എന്താ ഇഷ്യൂ എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇവിടെ വരിക, ഈ അരയെ പിടിച്ചിട്ട് കോപ്പി ചെയ്യുക, അരയെ പിടിച്ചിട്ടല്ല ആ ഇഷ്യൂവിനെ പിടിച്ച് കോപ്പി ചെയ്യുക. അതുപോലെ ഉള്ളത് ഈ ലൈൻ നമ്പറൊന്നും വേണമെന്നൊന്നുമില്ല, കാരണം അത് കാര്യമൊന്നുമില്ല. ഓക്കെ, ഇത്ര എടുക്കുക, എൻ്റർ അടിക്കുക. അപ്പം നമുക്ക് മുന്നേ പറഞ്ഞതുപോലെ സ്റ്റാക്ക് ഓവർഫ്ലോയിൽ വന്നു, ഒരു ഡെവലപ്പർ mozilla.org വന്നു. ഓക്കെ, തൽക്കാലം നമുക്ക് ഇതിൽ ഫസ്റ്റ് ലൈനിൽ തന്നെ നമുക്ക് ഇൻവാൾവ് അരേ ലെങ്ത് എന്ന് പറഞ്ഞിട്ട് തന്നെ കിടപ്പുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഡിസ്ക്രിപ്ഷൻ വായിക്കുമ്പോൾ അറിയാം ഇതിൽ ഏത് കയറണമെന്ന്. ഓക്കെ, അപ്പോൾ ഇത് വായിച്ചിട്ട് എനിക്ക് ഇച്ചിരി കൂടി കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയതാണ്. അപ്പോൾ ഇതിൽ കയറി ജസ്റ്റ് നോക്കുക. ഓക്കെ, ഇപ്പോൾ ഇവരിതിൽ പറയുന്നത് ഇൻവാലിഡ് അരേ ലെങ്ത് എന്ന് പറയുന്നത് കേസ് വെൻ സ്പെസിഫൈങ് ആൻ അരേ ലെങ്ത് ദാറ്റ് ഈസ് എയ്തർ നെഗറ്റീവ് ഓർ ഫ്ലോട്ടിംഗ് നമ്പർ ഓർ എക്സീഡ് ദി മാക്സിമം സപ്പോർട്ടഡ് ബൈ ദി പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, അതായത് ഈ നെഗറ്റീവ് നമ്പരൊന്നും അരയ്ക്ക് പറ്റൂല എന്നുള്ളതാണ് ഇവർ പറഞ്ഞതിൻ്റെ പൊരുൾ. ഓക്കെ, അപ്പം നമ്മൾ വരിക, കൂടി വരും. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ -1 എന്ന് കൊടുത്തേക്കുന്നതാണ് ഇഷ്യൂ, അതായത് നെഗറ്റീവ് ലെങ്ത് എടുക്കൂല അര. അപ്പോൾ ഇത് എടുക്കുക, ഇനി തിരിച്ച് കൂടി വരിക, പ്രൈസ് ലിസ്റ്റ് എടുക്കുക, റീലോഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ കണ്ടില്ല, നമ്മൾ ആ പുഷ് ചെയ്ത് അരയ്ക്കകത്തുള്ള ഡീറ്റെയിൽസ് ഇവിടെ ലോഗ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, 1 2 3 ഒരു 6 ലെങ്ത് ഉണ്ട്. ഓരോന്നും വേണേൽ ഇവിടുന്ന് എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ അതിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാണും. ഓക്കെ, നെയിം, അതിൻ്റെ പ്രൈസ്, കാര്യങ്ങളൊക്കെ. ഓക്കെ ഓക്കെ അപ്പം നമുക്ക് ഈ അരയ്ക്കകത്തോട്ട് നമ്മൾ പുഷ് ചെയ്ത് കറക്റ്റായിട്ട് കയറി. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു കൺസോളിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഇനി നമുക്ക് വേണ്ട ഈ UL-നകത്തോട്ട് ആയിട്ട് ഈ ഓരോ ഐറ്റത്തിനെയും നമ്മൾ ആഡ് ചെയ്യണം. അതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അതിന് നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, ഇവിടെ വന്നിട്ട് ഹൗ ടു append li to UL in JS. ഓക്കെ, അങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പം എന്താ ഇവിടെ സ്റ്റാക്ക് ഓഫ് ഫ്ലോഡ് ഒരു ഇത് വന്നിട്ടുണ്ട്. ഫസ്റ്റ് യു ഹാവ് ടു ക്രിയേറ്റ് എ li വിത്ത് ID ആൻഡ് വാല്യൂ ദെൻ ആഡ് ടു യു എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. ഓക്കെ, അപ്പം അതിൽ കയറി നോക്കാം. ഓക്കെ, ഇതാ കിടക്കും. ഓക്കെ, ഇതാണ് നമുക്ക് ആവശ്യമുള്ള സാധനം. ഓക്കെ, ഇത് വേരിയബിൾ UL എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ആ UL-നെ എടുത്തു, എന്നിട്ട് എടുത്ത് വെച്ചു, എന്നിട്ട് li എന്ന് പറഞ്ഞിട്ട് ഡോക്യുമെൻറ്റിലോട്ട് ക്രിയേറ്റ് എലമെൻറ്റ് li എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ കോഡിനെ നമ്മൾ അതുപോലെ തന്നെ എടുത്ത്, ഓക്കെ, ഇവിടെ വന്നിട്ട് നമ്മൾ എന്ത് ഒരു ജസ്റ്റ് ഒരു ഫങ്ഷനായിട്ട് എഴുതാം, അതായിരിക്കും ഇച്ചിരി കൂടി വൃത്തി. ഓക്കെ, അപ്പം ഫങ്ഷൻ ഡിസ്പ്ലേ ലിസ്റ്റ്. ഓക്കെ, ഡിസ്പ്ലേ ലിസ്റ്റ് ഓക്കെ, ഡിസ്പ്ലേ ഫങ്ഷനായിട്ട് ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് അതിനകത്ത് നമ്മൾ ആഡ് ചെയ്തു. ഓക്കെ, ദെൻ ഈ ഫങ്ഷനെ നമ്മൾ ഇവിടെ വിളിച്ചു. ഓക്കെ, അപ്പം നമുക്ക് ഈ കോഡ് കിട്ടി. ഓക്കെ, ഇങ്ങനെ UL-നെ ക്രിയേറ്റ് ചെയ്യാവുന്നു. UL-നെ ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, UL-നകത്തോട്ട് UL-നെ ഗെറ്റ് ചെയ്തിട്ട് li ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ അപ്പം ഈ അരയെ നമ്മൾ പ്രോസസ്സ് ചെയ്യാനുള്ള
ഇതെങ്ങനെയാണെന്ന് നമുക്കറിയില്ല. ഓക്കെ. അരയെ നമുക്ക് ഇൻഡിവിജ്വലി നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് മാപ്പ്. ഓക്കെ, അരേ മാപ്പ്. നമ്മൾ തിരിച്ച് ഇവിടെ തന്നെ വന്നിട്ട് അരേ മാപ്പ് എന്ന് ഫൈൻഡ് ചെയ്യുക. ഓക്കെ, അരേ മാപ്പ് JS. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഡെവലപ്പർ mozilla.org-ലും W3 സ്കില്ലൊക്കെ നോക്കി ഓവറോൾ എല്ലാത്തിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാകും. കാണാപ്പാടം പഠിക്കാൻ എന്തെല്ലാം ഫീച്ചർ ഉണ്ടെന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ അരയെ നമുക്ക് എന്തൊക്കെ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാമെന്ന്. ഓക്കെ, അപ്പം അങ്ങനെ മനസ്സിലാകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ അരയിൽ മാപ്പ് എന്ന് പറഞ്ഞ ഫീച്ചർ ഉണ്ട്, അത് വെച്ച് നമുക്ക് ഇന്ന കാര്യം ചെയ്യാമെന്ന് നമുക്ക് ജസ്റ്റ് മനസ്സിലാവും. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കി ഉള്ളിൽ വെച്ചിരുന്നാൽ നമ്മൾ ഇതുപോലെ സിനാരി വരുമ്പോൾ നമ്മളെടുത്ത് ഗൂഗിൾ ചെയ്യുക, എന്നിട്ട് ഇവിടെ വരിക, സൈറ്റിൽ കയറുക. ഓക്കെ, ഇവിടെ വരിക. ഓക്കെ, ഇപ്പം ഇവിടെ ഇവരിപ്പോൾ ചെയ്തേക്കുന്ന അരേ മാപ്പിനെ ഒരു അരേ ക്രിയേറ്റ് ചെയ്തു 14916. എന്നിട്ട് എന്ത് ചെയ്തു, ഇവരിവിടെ അരേ വൺ ഡോട്ട് മാപ്പ് എന്നിട്ടിട്ട് ഇവരിവിടെ ഒരു അരേ ഐറ്റം പ്രോസസ്സ് ചെയ്തേക്കും. ഓക്കെ, ഇതൊരു ഈച്ച് ഫംഗ്ഷൻ പോലെ തന്നെയാണ് ഇത് ബിഹേവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ തന്നെ നമുക്ക് കോപ്പി ചെയ്തെടുക്കാം. ഓക്കെ, ഇവിടെ വന്നിട്ട് ഇത് ഈ ഫംഗ്ഷനകത്ത് ഓക്കെ ഇത് വെച്ചു. തൽക്കാലം നമുക്കിതിനെ കമൻറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, ഈ മാപ്പിനകത്ത് വേണം നമ്മൾ ഈ ഓരോ എല്ലായിട്ട് വേണമല്ലോ ക്രിയേറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ അരയുടെ നെയിം ലിസ്റ്റാണ്. അപ്പം ലിസ്റ്റ് ഡോട്ട് മാപ്പ്. ഓക്കെ, നമുക്ക് ഇച്ചിരി കൂടി മീനിങ് ഫുൾ ആക്കാൻ വേണ്ടി എക്സിന് വരെ നമുക്ക് ഒരു ഫസ്റ്റ് പാരാമീറ്റർ എന്നുള്ള ഒരു കൺസിഡറേഷനേ ഉള്ളൂ. അപ്പോൾ ഇതിന് നമുക്ക് എന്തെങ്കിലും ഒരു പേര് കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പം ഞാൻ ഐറ്റം എന്ന് കൊടുത്തു. ഇതിപ്പം ഇതിനെ മാറ്റി എന്നിട്ട് എന്ത് ചെയ്തു, ഒരു ബ്രേസ് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ ആക്കി. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു, ഇവിടെ നമുക്ക് ഈ കോഡിനെ നമുക്ക് അവിടെ ഇടാം. ഓക്കെ, ഇത്രയും കോഡ്, കാരണം നമുക്ക് ഈ UL ഓൾറെഡി നമുക്ക് ഉണ്ട്. അതിനെ പിന്നെ ഓരോ ഫംഗ്ഷൻ ഈച്ച് ഫംഗ്ഷനും നമുക്കതിനെ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ഇതിനെ പിടിച്ച് ഇതിനകത്തിടാം. അപ്പം ഇട്ട്. ഓക്കെ, എന്നിട്ട് ഇതിനെ പിടിച്ച് മേളിൽ കൊണ്ടിടാം, get_element_by_id. ഓക്കെ, ഇവിടെ തന്നെ കോമൺ ആയിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, വേരിയബിൾ UL ഈക്വൽ ടു get element by ID. എന്നിട്ട് എന്ത് ചെയ്യാം, ID-യുടെ ഇത് കൊടുക്കാം. ഓക്കെ, ഫ്രൂട്ട് ഐറ്റംസ്, എന്നിട്ട് സേവ് ചെയ്യാം. ഓക്കെ, ഇനി എന്നിട്ട് പോയി നമ്മൾ ഫ്രണ്ട് എൻഡിൽ വന്നിട്ട് റീലോഡ് ചെയ്യാം. അപ്പോൾ എറർ അടിച്ച്. ഓക്കെ, എറർ എന്താണ്, അൺകോട്ട് റെഫറൻസ് എറർ. മുമ്പേ വന്ന എറർ റേഞ്ച് എററാണ്. ഓക്കെ, ഈ തവണ റെഫറൻസ് എറർ, get_element_by_id ഈസ് നോട്ട് ഡിഫൈൻഡ് എന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അത് ലൈൻ നമ്പർ 43-ൽ, അതായത് ഈ ലൈൻ നമ്പറിലാണ് ഇഷ്യൂ അടിച്ചേക്കുന്നത്. ഈ get_element_by_id എന്ന് പറഞ്ഞതിനെ ഡിഫൈൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് കിടക്കുന്നത്. അതായത് ഒരു വേരിയബിൾ നമ്മൾ ഡിഫൈൻ ചെയ്യാതെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന എറർ ടൈപ്പാണ് റെഫറൻസ് എറർ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് മാത്രമായിട്ട് കോപ്പി ചെയ്യുക, ഇവിടെ വരിക, ഫൈൻഡ് ചെയ്യുക. ഓക്കെ, നമുക്ക് എന്താ ഇഷ്യൂ എന്നറിയാം. എന്ത് ചെയ്യാം, ഈ get_element_by_id എന്ന് കൂടി വെച്ചിട്ട് ഫൈൻഡ് ചെയ്യാം, അതായിരിക്കും കൂടുതലായിട്ട് മനസ്സിലാവും. ഓക്കെ, സ്റ്റാക്ക് ഓവർഫ്ലോയിൽ വന്ന് why I am getting reference get_element_by_id is not defined എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് കയറി നോക്കാമെങ്കിൽ അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, യു നീഡ് ടു യൂസ് document.get_element_by_id എന്നാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അതായിരുന്നു അവിടുത്തെ ഇഷ്യൂ. അപ്പോൾ നമുക്ക് ഒരുപാട് സമയം കളയാതെ എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ ഫിക്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, document.get_element_by_id. ഈ ഡോക്യുമെൻ്റ് എന്താണെന്ന് അറിയണോ, document.js ഇത് കയറി നോക്കാമെങ്കിൽ കാര്യം എന്താണ് ഡോക്യുമെൻ്റ് എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണ കിട്ടും. ഓക്കെ, നമ്മുടെ ഡോം അത്രയേ ഉള്ളൂ, ഡോമിൻ്റെ ഡീറ്റെയിൽസ് അത്രയേ ഉള്ളൂ ഡോക്യുമെൻ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നു. ഓക്കെ, അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ജസ്റ്റ് console.log കൊടുത്തിട്ട് നമ്മുടെ ഡോക്യുമെൻറ്റിനെ നമ്മൾ ലോഗ് ചെയ്യാം. ഓക്കെ, ഇവിടെ വന്ന് ഓക്കെ കണ്ടില്ല,
ഇപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഡീറ്റെയിൽസുകളാണ്. ഓക്കെ, ഈ ഫയലിൻ്റെ ഡീറ്റെയിൽസ്, URL, പിന്നെ ആക്റ്റീവ് എലമെൻറ്റ്, പിന്നെ അതായത് നമ്മുടെ ഈ പേജ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഈ ടോട്ടൽ ഇത്രയും കാര്യങ്ങളുണ്ടല്ലോ, ഇതിൻ്റെ ഡീറ്റെയിൽസാണ് ആ ഡോക്യുമെൻറ്റിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ഇതിൽ തന്നെ നമ്മൾ നോക്കാമെങ്കിൽ ഇതിവിടെ വന്നിട്ട് ഫൈൻഡ് ചെയ്യാമെങ്കിൽ ഗെറ്റ് എലമെൻറ്റ് ബൈ ID എന്ന് പറഞ്ഞിട്ട് ഫൈൻഡ് ചെയ്യാമെങ്കിൽ കണ്ടില്ലേ, ഇതിനകത്തുണ്ട് ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് റിട്ടേൺ ആൻ ഒബ്ജക്റ്റ് റെഫറൻസ് ടു ദി ഐഡൻറ്റിഫൈഡ് എലമെൻറ്റ്. ഓക്കെ, ഇതിനകത്ത് എക്സ്ട്രാ കാര്യങ്ങളുണ്ട്, ഇതൊക്കെ നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളെപ്പോഴും ബഗ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ വരുമ്പോൾ അത് ഫിക്സ് ചെയ്യുന്ന കൂട്ടി തന്നെ അത് എന്താണെന്നും കൂടി ജസ്റ്റ് മനസ്സിലാക്കി പോവുക, ഈ വെബ് പേജൊക്കെ നോക്കിയിട്ട്. ഓക്കെ, ഇപ്പം വന്നിരിക്കുന്നത് 444 എന്നാണ് വന്നിരിക്കുന്നത്. ഓക്കെ, പക്ഷെ നമുക്ക് 444 അല്ല വേണ്ടത്. ഓക്കെ, ഓരോന്നിനും ഓരോന്നായിട്ടാണ് ലിസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അത് എന്താണ്, ഇവിടെ നമ്മൾ സ്റ്റാറ്റിക്കായിട്ട് കൊടുത്തേക്കാണ് ഡോക്യുമെൻറ്റ് ഡോട്ട് ക്രിയേറ്റ് ടെക്സ്റ്റ് നോഡ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അത് മാറ്റിയിട്ട് ജസ്റ്റ് എന്ത് ചെയ്യാം, നമ്മുടെ ഐറ്റം എന്ന് പറയുമ്പോൾ തന്നെ ഇത് ഓരോ ഈച്ച് ഫംഗ്ഷൻ പോലാന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആദ്യം ഇതിനെ പ്രോസസ്സ് ചെയ്യും. അപ്പോൾ ഇതാണ് ആദ്യമായിട്ട് നമ്മൾ പ്രോസസ്സ് ചെയ്യുമ്പോൾ ആദ്യത്തെ ഐറ്റം. ഓക്കെ, ഇത് പ്രോസസ്സ് ചെയ്തതിന് ശേഷം പിന്നെ ഇത് പ്രോസസ്സ് ചെയ്യും. അപ്പം ഐറ്റം എന്ന് പറയുന്നത് ഇതിനെ ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഓക്കെ, LI ഡോട്ട് അപ്പൻ ചൈൽഡിനകത്ത് അവരിങ്ങനെ വെച്ച് ഇതിനൊരു നമുക്ക് എന്ത് ചെയ്യാം, LI ഡോട്ട് ടെക്സ്റ്റ് കണ്ടൻറ്റിനകത്ത് നമുക്ക് എന്ത് കൊടുക്കാം, ഐറ്റം ഡോട്ട് നെയിം എന്ന് കൊടുക്കാം. ഓക്കെ, അതായത് ഇതിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഐറ്റം ഡോട്ട് നെയിം ചെയ്ത്, അപ്പോൾ ഇങ്ങനെ ഓരോ തവണയായിട്ട് വരും. ഓക്കെ, ഇപ്പം നമുക്ക് ഇവിടെ റീലോഡ് ചെയ്ത് നോക്കാം, ഇത് എറർ ആയിരിക്കും വരുന്നത്. ഓക്കെ, ഈ എറർ എന്ന് പറഞ്ഞാൽ ടൈപ്പ് എററാണ്. ഓക്കെ, ഇപ്പം നമ്മൾ 3 ടൈപ്പ് എററുകൾ കണ്ടു. ഓക്കെ, റേഞ്ച് എറർ കണ്ടു, അത് നമ്മുടെ അറേയുടെ ലെങ്ത് നെഗറ്റീവ് ആയപ്പോൾ വന്ന എററാണ്. ഓക്കെ, അത് കഴിഞ്ഞ് റെഫറൻസ് എറർ കണ്ടു, അത് എന്താണ്, നമ്മൾ ഡിഫൈൻ ചെയ്യാത്തൊരു വേരിയബിളിനെ നമ്മൾ യൂസ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് റെഫറൻസ് എറർ വന്നത്. ഓക്കെ, അടുത്ത എററാണ് ടൈപ്പ് എറർ. ഓക്കെ, അതായത് ടെക്സ്റ്റ് കണ്ടന്റ് LI ഡോട്ട് ടെക്സ്റ്റ് കണ്ടന്റ് ഈസ് നോട്ട് എ ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. ഓക്കെ, ടെക്സ്റ്റ് കണ്ടന്റ് അത് ഈ ഒരു ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു ഫംഗ്ഷനായിട്ടാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, പക്ഷെ അവർ പറയുന്നത് ഇതൊരു ടെക്സ്റ്റ് കണ്ടന്റ് എന്ന് പറയുന്നൊരു LIക്കകത്ത് റെഫർ ചെയ്തേക്കുന്നത്. ഓക്കെ, LI ഡോട്ട് ടെക്സ്റ്റ് കണ്ടന്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ അല്ലെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഇതിനെ ഗൂഗിൾ ചെയ്യുക. ഓക്കെ, ഇതെന്തായിരിക്കും ജസ്റ്റ് ഓപ്പൺ ആക്കി നോക്കാം. ഓക്കെ, ഇവിടെ വരുമ്പം ഈ ടെക്ക് ഇട്ടേക്കുന്നത് കണ്ടില്ല, അതായിരിക്കും പ്രോപ്പറായിട്ടുള്ള ആൻസറുകൾ. അതായത് ഇവിടെ ഒരു ഡിസ്കഷൻ പോലാന്ന് പറഞ്ഞായിരുന്നല്ലോ ഞാൻ ഇതിനു മുമ്പ്. ഇതുപോലെ വരും, അതിൽ ഏറ്റവും റേറ്റിംഗ് ഉള്ള ഇതിനാണ് ടിക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ അവർ പറയുന്നത് ടെക്സ്റ്റ് കണ്ടന്റ് ഈക്വൽ ടു എന്താ പറയുന്നത്, ഡബിൾ കോട്ട്സിനകത്താണ് ഇങ്ങനെ കൊടുക്കേണ്ട വാല്യൂനെ. അപ്പം നമുക്ക് തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്യാം, ഐറ്റം കണ്ടന്റ് ഈക്വൽ ടു ഐറ്റം നെയിം എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ റെഫർ ചെയ്ത് കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. ഓക്കെ, ഇവിടെ വരിക, റീലോഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ കണ്ടില്ല അരക്കത്തുള്ള നെയിം എല്ലാം ഇവിടെ വന്നു. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമ്മൾ കോഡ് ചെയ്യുന്നത്. ബിഗിനർ ലെവലിൽ നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഔട്ട്പുട്ടും കിട്ടും. അതുപോലെ നമ്മൾ ഇത് കയറി ഇങ്ങനെ നോക്കുന്നതിലൂടെ നമുക്ക് കൂടുതൽ നോളജ് കിട്ടുകയും ചെയ്യും. അപ്പം ഇത് അല്ലാത്ത വൈഡ് ഏരിയയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഐഡിയ കിട്ടും. അപ്പം നമുക്കിനി പ്രൈസും കൂടി കൊണ്ടുവരാം. ഓക്കെ, ഇതുപോലെ നമുക്ക് പ്രൈസും കൂടി ഇവിടെ കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. നേരെ കോടി വന്നു, ഇത് ഇപ്പം LIക്കകത്ത് തന്നെ ഒരു സ്പാനിനകത്ത് നമുക്ക് കാണിക്കാം. അപ്പം അതിനെന്ത് ചെയ്യാം, ജസ്റ്റ് ഇതിന് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ഓക്കെ, ഒരു എലമെൻറ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ എടുത്തു, എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യാം, ഒരു സ്പാൻ ക്രിയേറ്റ് ചെയ്ത് ഒരു വേരിയബിൾ കൊടുത്തു, എന്നിട്ട് അതിനകത്ത് ജസ്റ്റ് സ്പാൻ എന്ന് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഇനി സ്പാന് നമ്മൾ ടെക്സ്റ്റായിട്ട് ആഡ് ചെയ്യണം. ഓക്കെ, അതിന് നമുക്ക് എന്ത് ചെയ്യാം,
കോപ്പി ചെയ്തിട്ടു. അപ്പോൾ ഇനി നമുക്ക് സ്പാൻ എടുത്ത് ടെക്സ്റ്റ് കണ്ട് ഐറ്റം ഡോട്ട് നെയിം അല്ല, ഐറ്റം ഡോട്ട് പ്രൈസ്. ഓക്കെ, ഐറ്റം ഡോട്ട് പ്രൈസ് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ LIക്കകത്തോട്ട് അതിനെ അപ്പൻഡ് ചെയ്യാം. ഓക്കെ, LI ഡോട്ട് അപ്പൻഡ് ചൈൽഡ് സ്പാൻ. ഓക്കെ, ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, ഇനിയിപ്പോൾ എന്താ ഫ്രണ്ട് എൻഡ് വരുന്നത് നമുക്ക് നോക്കാം. കണ്ടില്ലേ, ഇപ്പം 1.2, 1.5, 1.5 എന്ന് പറഞ്ഞ് വന്നു. പിന്നെ നമുക്ക് വേണ്ട ഈ ആക്ച്വൽ പ്രൈസിലാണ് നമുക്ക് കാണിക്കേണ്ടത്. ഓക്കെ, ഈ റേറ്റിനെ എടുത്തിട്ട് ഇതോട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം കാണിക്കാൻ. അത് നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷനായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഫംഗ്ഷൻ ആക്ച്വൽ പ്രൈസ്, ആക്ച്വൽ പ്രൈസ്, ആക്ച്വൽ പ്രൈസ് എന്ന് പറഞ്ഞെടുത്ത് ഇവിടെ നമുക്ക് എന്തോ ഒരു ആർഗ്യുമെന്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, പ്രൈസ് എന്ന് പറഞ്ഞിട്ടൊരു ആർഗ്യുമെന്റ്, അതായത് നമ്മൾ ഇവിടുന്ന് ഈ ഐറ്റം ഡോട്ട് പ്രൈസിനെ കൊടുത്ത് ഇങ്ങോട്ട് വിട്ടാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ആ കറൻസി റേറ്റ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യാം, അതാണ് ഇവിടെ ഈ ഒരു ആർഗ്യുമെന്റ് എന്ന് ഉദ്ദേശിച്ചത്. ഓക്കെ, എക്സ്പെക്ട് ഇവിടെ നമുക്ക് റിട്ടേൺ പ്രൈസ് ഇൻറ്റു, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇതിൻ്റെ വാല്യൂവിനെ നമുക്ക് എടുക്കണം. ഓക്കെ, അപ്പോൾ അതായത് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യം നമുക്ക് വേരിയബിളോട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, കറൻസി റേറ്റ് എന്ന് പറഞ്ഞിട്ട് എടുക്കാം. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഐഡിയും കൂടി എടുക്കാം, ഡോളർ റേറ്റ് തരാൻ പറ്റും. എന്നിട്ട് ജസ്റ്റ് വാല്യൂ എന്ന് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് കറൻസിനെ കോപ്പി ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ഇതിടാം. ഓക്കെ, എന്നിട്ട് ഈ ഫംഗ്ഷൻ നമ്മൾ ഇവിടെ വിളിക്കണ്ടേ. ഓക്കെ, ആക്ച്വൽ പ്രൈസ്. ഓക്കെ, ഇങ്ങോട്ട് ഇട്ട്. ഓക്കെ, ഇനി നമുക്ക് ഫ്രണ്ട് എൻഡിൽ പോയി നോക്കാം, റീലോഡ് ചെയ്യാം. ഓക്കെ, കണ്ടില്ലേ, 100.4.6, 125.58 സംതിങ്ങിന് വന്നു. പക്ഷെ നമുക്ക് ഇതുപോലൊരു ഹോൾ നമ്പറായിട്ട് വേണം. പിന്നെ അതിനെന്താ ചെയ്യുന്നത്, അതിന് നമുക്ക് ഇവിടെ പോയിട്ട് നോക്കാം എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫ്ലോട്ട് ടു ഹോൾ നമ്പർ JS. ഓക്കെ, ഇങ്ങനെ അടിച്ച് നോക്കാം. ഇങ്ങനെ അടിച്ച് നോക്കുമ്പോൾ ഹൗ ഡു ഐ കൺവേർട്ട് എ ഫ്ലോട്ട് നമ്പർ ടു ഹോൾ നമ്പർ എന്ന് പറഞ്ഞിട്ട് സ്റ്റാക്ക് ഓവർഫ്ലോയിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് അവിടെ കയറിയിട്ട് ജസ്റ്റ് നോക്കുമ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് കിടപ്പുണ്ട്. ഓക്കെ, ഇങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. ഓക്കെ, എക്സാമ്പിൾ എടുത്തേക്കുന്നത് മാർക്ക് ഫ്ലോർ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇപ്പോൾ 5.5 ആണോ 5.4 ആണെങ്കിലും എത്ര 5 പോയിൻറ്റ്സ് എത്ര വന്നാലും അതിൻ്റെ ഏറ്റവും കുറഞ്ഞ ഫുൾ നമ്പർ എടുക്കും. ഓക്കെ, ഹോൾ നമ്പർ എടുക്കും. അപ്പോൾ അതിന് 5 എന്നുള്ളതാണ് അവർ എടുക്കുന്നത്. ഓക്കെ, നമുക്കതുപോലെ ഓരോന്നിനും ഓരോ പ്രത്യേകതയുണ്ട്. തൽക്കാലം ഞാൻ ഇത് എടുത്തു. ഓക്കെ, math.cയിൽ എടുത്തു. അതെടുത്തു കഴിഞ്ഞാൽ എത്ര പോയിന്റ് വന്നാലും ഇപ്പോൾ 1.1 വന്നു കഴിഞ്ഞാൽ അതിനെ 2 ആയിട്ട് റൗണ്ട് ഓഫ് ചെയ്യും. ഓക്കെ, അതെടുത്ത് ഇവിടെ വന്ന് എവിടെ വേണേലും നമുക്ക് കൊടുക്കാം, ഇവിടെ വേണേലും കൊടുക്കാം, വേണമെങ്കിൽ ഇവിടെ റിട്ടേൺ ചെയ്യുന്നതിന് മുമ്പും കൊടുക്കാം. ഓക്കെ, തൽക്കാലം ഞാനിവിടെ റിട്ടേൺ ചെയ്യുന്നതിൻ്റെ അവിടെ കൊടുത്തു. ഓക്കെ, ഇപ്പോൾ നമുക്കിതൊന്നും എന്താണെന്ന് പോലും അറിയത്തില്ല. നമ്മളെല്ലാം ഇപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മുടെ ആ പർപ്പസ് ഗൂഗിൾ ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് അതിൻ്റെ പേജിൽ പോയി ഡീറ്റെയിൽസ് മനസ്സിലാക്കുന്നു, ഇവിടെ വരുന്നു, അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, കണ്ടോ, 101, 126, 97 എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി വരാൻ ചാൻസ് ഉള്ള ഒരു എററും കൂടി കാണിച്ചു. ഇപ്പം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എല്ലാത്തിനും ഇവിടെ ഒരു നമ്പർ വരും എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ നമ്മൾ ഇതിന് വരെ നമുക്ക് കിട്ടിയൊരു തെറ്റായിട്ടുള്ള ഡേറ്റ ആണെങ്കിൽ വരുന്ന എററും കൂടി കാണിച്ചു തരാം. കണ്ടില്ലേ, എന്ന് പറയുന്നത് ഇത് എന്താണെന്ന് ജസ്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുക്കുക. ഓക്കെ, JS കൂടി കൊടുക്കാം. അപ്പോൾ ഇവിടെ കയറും ദി നോട്ട് എ നമ്പർ എന്ന് തോന്നുന്നു. അതായത് നമ്മളിവിടെ എടുക്കുന്ന കാൽക്കുലേഷൻ പ്രൈസ് അല്ലെങ്കിൽ കറൻസി റേറ്റ് നമ്പർ അല്ല എന്നുള്ളതാണ് ആ എറർ കൊണ്ടുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ വരുമ്പോൾ ഇതെല്ലാം നമുക്ക് നമ്പർ കിട്ടുന്നുണ്ട്, ഇത് മാത്രമേ കിട്ടാതുള്ളൂ. അപ്പം എന്താ മനസ്സിലാക്കുക, നമുക്ക് ഈ കറൻസി റേറ്റ് കറക്റ്റാണ്, ഈ പ്രൈസ് മാത്രമേ പ്രശ്നമുള്ളൂ. അത് പ്രൈസിൻ്റെ ഇതിനാ പർട്ടിക്കുലർ ആപ്പിൾ എന്ന് പറഞ്ഞ ഇതിന് മാത്രമേ പ്രശ്നമുള്ളൂ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നമ്മുടെ ആക്ച്വലി നോക്കുമ്പോൾ APIയിൽ ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ നെറ്റ്വർക്കിൽ പോയി നോക്കണം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഒരു കൺസോൾ ഇട്ടിട്ട് നോക്കാം.
കൺസോൾ.log ഇട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആപ്പിളിന് കറസ്പോണ്ടിങ് ആയിട്ട് എടുത്ത് നോക്കാം ഇവിടെ സ്ട്രിങ് ആണ്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇവിടെ കണ്ടീഷൻ ഇടാം. ഓക്കെ, ഇഫ് ടൈപ്പ് ഓഫ് എടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു ഡിസ്പ്ലേ ചെയ്യുന്നിടത്ത് ഒരിക്കലും നമുക്ക് ഇങ്ങനെ കാണിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നോട്ട് അവൈലബിൾ വേണമെങ്കിൽ കാണിക്കാം. ഓക്കെ, അങ്ങനെയുള്ള കണ്ടീഷൻ വേണമെങ്കിൽ ഇവിടെ വേണമെങ്കിൽ നമുക്കിടാം. ഈ അപ്പോൾ നമുക്ക് എങ്ങനെ എടുക്കാം, സ്ട്രിങ്ങും നമ്പരും ആണോന്ന് എങ്ങനെ അറിയാൻ പറ്റും. ഓക്കെ ഓക്കെ, നമുക്കിപ്പം ഇങ്ങനെ തന്നെ ഇടാം. ഓക്കെ, സ്ട്രിങ് ഓർ നമ്പർ ജെസ് ടൈപ്പ് എന്ന് പറഞ്ഞ് കൊടുക്കണം. ഓക്കെ, കൊടുക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ചെക്ക് വെതർ, അപ്പോൾ എന്താണ് അത്രയും കൊടുത്തപ്പോൾ തന്നെ സ്റ്റാക്ക് ഓഫ് ഫ്ലോയിൽ ചെക്ക് വെതർ വേരിയബിൾ ഈസ് നമ്പർ ഓഫ് സ്ട്രിങ് എന്ന് പറഞ്ഞിട്ട് തന്നെ വന്നു. ഓക്കെ, വേണമെങ്കിൽ നമുക്കിവിടെ മീനിങ് ഫുൾ ആയിട്ട് ടൈപ്പ് ചെയ്താൽ ഇച്ചിരി കൂടി ഈസി ആയിട്ട് കിട്ടും. ഇവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ ഓട്ടോമാറ്റിക്കലി ഇതാ കിടക്കുന്ന ടൈപ്പ് ഓഫ് എന്ന് പറഞ്ഞിട്ടൊരു ഫീച്ചർ ഉണ്ട്. ഓക്കെ, ടൈപ്പ് ഓഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് കൊടുത്താലും അതിൻ്റെ ടൈപ്പ് ഡിഫൈൻ ചെയ്ത് വരും. ഓക്കെ, വേണമെങ്കിൽ നമുക്കിവിടെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. console.log ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ടൈപ്പ് ഓഫ് ഐറ്റം ഡോട്ട് പ്രൈസ് എന്ന് കൊടുക്കാം. ഓക്കെ, ഐറ്റം ഡോട്ട് പ്രൈസ് കോമ എന്ത് കൊടുക്കാം, അത് ഏതിൻ്റെ പ്രൈസാണെന്നും കൂടി കാണാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഇതും കൂടി കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്നിട്ട് ഇവിടെ വന്നിട്ട് റീലോഡ് ചെയ്യാം. അപ്പോൾ കണ്ട ബനാനയുടെ നമ്പറാണ്, ആപ്പിളിൻ്റെ കറസ്പോണ്ടിങ് സ്ട്രിങ് ആണ് പ്രൈസ്. ഓക്കെ, ബാക്കിയുള്ളതെല്ലാം നമ്പറാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കൺസോൾ ഇട്ടിട്ട് നമുക്ക് ഡീബഗ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് വേറൊരു മെത്തേഡ് ഞാൻ പറയാൻ വിട്ടുപോയി, അതും കൂടി ഞാൻ ജസ്റ്റ് കാണിച്ചിട്ട് നമുക്ക് ഇവിടെ വന്നിട്ട് സോഴ്സിൽ വരാമെങ്കിൽ നമുക്കിവിടെ ബ്രേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഡീബഗർ. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, ഇവിടെ ഓക്കെ ഇവിടെ ഞാനൊരു ബ്രേക്ക് ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ എന്നിട്ട് നമുക്ക് റീലോഡ് ചെയ്യുമ്പോൾ എന്താ കാണുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം ഇവിടം തൊട്ട് ഇവിടം വരെ പ്രോസസ്സ് ചെയ്തു. ഓക്കെ, ഇവിടം വരെ പ്രോസസ്സ് ചെയ്തിട്ട് ഈ ലൈൻ വന്നിട്ട് ബ്രേക്ക് ആയിട്ട് നിൽക്കാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് കിടക്കുമ്പോൾ ബനാന എന്നാണ്, പ്രൈസ് 1.2 എന്നാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, ഇനി നമ്മളിവിടെ വന്നിട്ട് റിസ്യൂം കൊടുത്തു കഴിഞ്ഞാൽ ടോട്ടലായിട്ട് റണ്ണായി. പിന്നെയും തിരിച്ച് ഇവിടം തൊട്ട് മേളിൽ നിന്ന് റണ്ണായി ഇതാ ഇവിടം വരെ വന്ന് നിൽക്കും. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ എന്നിട്ട് ഇനി നമ്മൾ റിസ്യൂം ചെയ്താൽ മാത്രമേ ഇവിടെ ഇത് റണ്ണാവത്തുള്ളൂ. ഓക്കെ, കൊടുത്തു. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്തു, നണ്ണ് കിട്ടി. അപ്പോൾ ഈ വരുന്ന ഈ ഓറിജിനകത്താണ് ഇഷ്യൂ എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെ നമുക്ക് ലൈൻ ബൈ ലൈനായിട്ട് ബ്രേക്ക് കൊടുത്ത് ഇപ്പോൾ ഒരു ബ്രേക്ക് അല്ല, ഇവിടെ വേണമെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും ബ്രേക്ക് കൊടുക്കാം. ഓക്കെ, ഇവിടെ ബ്രേക്ക് കൊടുക്കാം, ഇവിടെ ബ്രേക്ക് കൊടുക്കാം, എന്നിട്ട് റീലോഡ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ കണ്ടില്ലേ, ആദ്യം ഫസ്റ്റ് ലൈൻ ഇവിടം വരെ വന്നു, ഈ വേരിയബിൾ ഇവിടം വരെ വന്നു, ഈ ലൈന് എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, കൊടുത്തു, അവിടെ തൊട്ട് നെക്സ്റ്റ് ബ്രേക്ക് വരെ ഇവിടം വരെ വർക്കായി ഇവിടെ. അപ്പോൾ അങ്ങനെയും നമുക്ക് ഡീബഗ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ അപ്പോൾ നമുക്ക് ഇതൊക്കെ വരുന്ന സിൻടാക്സ് എററിനകത്തല്ല, ഒരു ലോജിക്കലായിട്ടുള്ള എററൊക്കെ സോർട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇങ്ങനത്തെ ബ്രേക്ക് കൊടുത്ത് നമ്മൾ ഇഷ്യൂസ് ഫൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. കറക്റ്റ് ഇപ്പോൾ ഇതിൽ സിമ്പിളായിട്ടൊരു ഫംഗ്ഷൻ, അപ്പോൾ മറ്റേ ആകുമ്പോൾ വലിയ ഫംഗ്ഷൻസും കുറേ ഒത്തിരി ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ വരും, അല്ലാതെ മാനുവലി നോക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതുപോലെ കൊണ്ടുവന്ന് ബ്രേക്ക് ആഡ് ചെയ്തിട്ട് റൺ ചെയ്യുമ്പോൾ നമുക്കറിയാം ഓരോ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഏത് ഫംഗ്ഷനിലോട്ട് കോഡ് പോയി എവിടെ പോയി, അങ്ങനെ അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഇഷ്യൂസ് ഫിക്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, എത്രയും പെട്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് അത് സോർട്ട് ചെയ്യാൻ പറ്റും ആ ഒരു രീതിയിൽ. ഓക്കെ, അങ്ങനെയാണ് ഇത് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ബ്രേക്കെല്ലാം മാറ്റിയിട്ട് റീലോഡ് കൊടുത്തു, ജസ്റ്റ് വന്നു. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതും കൂടി വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതിനെ ഒഴിവാക്കുന്നത് എങ്ങനെയാണ്. ഓക്കെ, ഇവിടെ വരിക, ഇഫ് ടൈപ്പ് ഓഫ് പ്രൈസ് ഈക്വൽ ടു നമ്പർ ആണെങ്കിൽ എന്ത് ചെയ്യുക, ഈ കാൽക്കുലേഷൻ നടക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, എൽസിൽ പ്രൈസ് വേണ്ട, ഇവിടെ ഒരു നമുക്കൊരു സ്റ്റാറ്റിക് ആയിട്ടുള്ളൊരു ഇത് നടത്താം. ഓക്കെ, പ്രൈസ് നോട്ട് അവൈലബിൾ. ഓക്കെ,
ഇവിടെ വരിക, ഇഷ്യൂ അടിച്ചു, നമ്പർ ഈസ് നോട്ട് ഡിഫൈൻഡ് എന്ന് പറഞ്ഞു. ഓക്കെ, നോട്ട് ഡിഫൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാക്കണം എന്ത് എററാണ്. ഓക്കെ, എന്ത് എററാണ്? നമ്മൾ റെഫറൻസ് എററാണ്, അതായത് ഇതിനു മുമ്പ് ഇത് ഡിഫൈൻ ചെയ്തിട്ടില്ല, ഡിഫൈൻ ചെയ്യാതെ വിളിച്ചത് കൊണ്ടാണ് അത് എറർ അടിച്ചത്. ഓക്കെ, അപ്പോൾ മനസ്സിലായ കാര്യങ്ങൾ. ഇവിടെ സ്ട്രിങ് ഇട്ട് കൊടുക്കുക, സ്ട്രിങ് ആയിട്ട്, അതായത് സിംഗിൾ കോട്ട്സിൽ കൊടുക്കുക, ഇവിടെ പോവുക, ഇതെടുക്കുക. ഓക്കെ, അപ്പോൾ കണ്ടില്ലേ 101. അപ്പോൾ പ്രൈസ് സ്ട്രിങ് ആയിട്ടുള്ള കേസിൽ പ്രൈസ് നോട്ട് അവൈലബിൾ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള കേസിൽ ഇങ്ങനെ വന്നു. ഇങ്ങനെയാണ് നമ്മൾ ഓരോ വെബ് പേജുകളൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ കോഡ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ജസ്റ്റ് പക്ഷേ ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചെറിയൊരു ഐഡിയ വേണം, പഠിച്ചിട്ടുള്ള അറിവല്ല, ജസ്റ്റ് എന്തൊക്കെ ഫീച്ചേഴ്സ് എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, ഇതുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ നോക്കി ചെയ്തെടുക്കാം. ദയവ് ചെയ്ത് ബിഗിനർ ലെവലിലാരും AI ടൂൾസ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ പഠിച്ചെടുക്കാതിരിക്കുക. എവിടെയെങ്കിലും വർക്ക് ചെയ്യാൻ കയറി കുറഞ്ഞ സമയത്തിനകത്ത് നമ്മൾ വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം എന്നുള്ളൊരു അങ്ങനത്തെയൊക്കെ ഒരു സിനാരിയോ ഉണ്ടാകുമ്പോൾ മാത്രം AI ടൂൾസിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്കൊരു സൈറ്റും കൂടി പരിചയപ്പെട്ടിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഓക്കെ, ഇതാണ് JSB.com. ഓക്കെ, നമുക്ക് ജാവാസ്ക്രിപ്റ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു സൈറ്റാണ്. ഓക്കെ, ഇവിടെ നമുക്ക് HTML, ഈ ടാബിൽ HTML ആഡ് ചെയ്യാം. ഇവിടെ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് വേണം. ഓക്കെ, അവിടെ നമുക്ക് HTML വേണ്ട, അല്ലെങ്കിൽ HTML വേണം, CSS വേണം, ജാവാസ്ക്രിപ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പല ടാബിൽ നമുക്ക് ഇവിടെ തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ HTML ആഡ് ചെയ്യുക, CSS ആഡ് ചെയ്യുക, ജാവാസ്ക്രിപ്റ്റ് ഈ കോട്ടിൽ ആഡ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് കാണാം. ഓക്കെ, കൺസോളും വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് സാധാരണ നമുക്ക് ഈ ജാവാസ്ക്രിപ്റ്റ് പഠിക്കുന്നവരൊക്കെ CS വേണ്ട. ഓക്കെ, പിന്നെ വേണമെങ്കിൽ HTML വേണ്ട, പിന്നെ വേണമെങ്കിൽ ഔട്ട്പുട്ടും വേണ്ട. ഈ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഫയലും കൺസോളും മാത്രം വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ജാവാസ്ക്രിപ്റ്റ് പഠിക്കാം. അപ്പോൾ നമുക്കിത് ഇങ്ങനെ വെച്ചിട്ട് കൺട്രോൾ ചെയ്ത് പഠിക്കാം. ഓക്കെ, പിന്നെ ഇവിടെ ടൈപ്പ് ചെയ്യാം. ഇവിടെ എക്സാമ്പിൾ കൺസോൾ ലോഗ് വിത്ത് ഡെവലപ്പർ കൊടുത്തിട്ട് റൺ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കൺസോൾ വരും. ഓക്കെ, ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് എങ്ങനെ JS പഠിക്കാമെന്ന് മാത്രമാണ്. ഓക്കെ, അല്ലാതെ നമ്മൾ കോഡ് വൈസ് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് പഠിപ്പിക്കുന്നൊരു വീഡിയോ അല്ലായിരുന്നു നമ്മൾ ട്രൈ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതായത് ഇൻ്റർനെറ്റിലെ റിസോഴ്സസ് ഒക്കെ യൂസ് ചെയ്ത് സ്റ്റാക്ക് ഓവർഫ്ലോയും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് ഒരു ട്രൈ ഔട്ട് ചെയ്യാം JS കോഡ്, അതുവഴി നമുക്ക് എങ്ങനെ ഇത് പ്രോ ആകാം എന്നാണ് ഞാൻ ഈ കാണിച്ചു തന്നത്. അപ്പോൾ നമുക്ക് വരാൻ സാധ്യതയുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് എററുകളൊക്കെ ഞാൻ ഈ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ വരുത്തി നിങ്ങളെ കാണിച്ചു തന്നു. അതുപോലെ അതെങ്ങനെ ഫിക്സ് ചെയ്യേണ്ടതെന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നു. അപ്പോൾ എല്ലാവർക്കും അത് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ഇതുപോലത്തെ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ, അതായത് ഓരോ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഓരോ എന്താ പറയണ്ടത്, ഓരോ ഫീച്ചേഴ്സും എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതും ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.